നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര അസ്വാരസ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മാലദ്വീപിലെ ചില മന്ത്രിമാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള അതിരുകവിഞ്ഞ വിമർശനം, അതിനോട് കടുത്ത ഭാഷയിലുള്ള ഇന്ത്യയുടെ പ്രതികരണം കണ്ടു. അതിനിടയിൽ പല പല സംഭവ വികാസങ്ങൾ കണ്ടു. ഏറ്റവും അവസാനം ഇപ്പോൾ കാണുന്ന ഒരു ചൈനീസ് കപ്പൽ മാലദ്വീപിൽ നങ്കൂരമിടാൻ അവർ പെർമിറ്റ് ചെയ്യുന്നതാണ്. ആ കപ്പൽ സമുദ്ര ഗവേഷണം നടത്തുന്ന കപ്പലാണ്. അത് ചൈനീസ് ചാരക്കപ്പലായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അത് വളരെ സസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള പ്രതികരണമൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പുറത്തു വരികയും ചെയ്തിരിക്കുന്നു. മാലദ്വീപ് നമുക്കറിയാവുന്ന പോലെ വളരെ ചെറിയ ഒരു ദ്വീപ് രാഷ്ട്രമാണ്. ഇന്ത്യയുടെ ഒരുപാട് എയ്ഡ് കൊണ്ടും സഹായം കൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്നതാണ്. ഒരുപാട് ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇന്ത്യയോട് അത്ര സൗഹൃദ സ്വഭാവത്തിലല്ല അവരുടെ ഇപ്പോഴത്തെ പ്രതികരണം എന്ന് കാണാം. അതുമാത്രമല്ല, ചൈനയുമായിട്ടുള്ള അവരുടെ അടുപ്പത്തിൻ്റെ സൂചനകളാണ് നിരന്തരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാലദ്വീപ് ഇന്ത്യയും തമ്മിലുള്ള ദീർഘകാലത്തെ ഈ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്, എവിടെയാണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ആദ്യം. ദൗസേബൻ എന്താണ് തോന്നുന്നത്? മാലദ്വീപ് നമ്മളുമായിട്ട് വളരെ പലതരത്തിൽ അടുപ്പമുള്ള ഒരു നാട്. പക്ഷേ വളരെ പെട്ടെന്ന് അവർ ഒരു നയതന്ത്ര തലത്തിൽ എടുക്കുന്ന ഒരു വിപ്രതിപത്തിയുടെ, അകൽച്ചയുടെ, കടുത്ത സ്വരത്തിൻ്റെ ഒരു സമീപനത്തിലേക്ക് പോകുന്നു. ഇന്ത്യ ആ നിലയ്ക്ക് അതിനോട് പ്രതികരിക്കേണ്ടിയും വരുന്നു. അപ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങളുമായി മെച്ചപ്പെട്ട ബന്ധം ഉണ്ടാക്കുക, ആ റീജിയനിലൊരു പവർഫുൾ ഒരു കൺട്രിയായി നിൽക്കുക എന്നുള്ളത് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും പ്രധാനമാണല്ലോ. ഇന്ത്യയെ സംബന്ധിച്ചും അതങ്ങനെയാണ്. പക്ഷേ അതിനകത്ത് ഈ ഒലച്ചിലുകൾ എങ്ങനെ പറ്റുന്നതാണ്? അതിൽ മാലദ്വീപിൻ്റെ കാര്യത്തിൽ പെട്ടെന്നുണ്ടായൊരു സംഭവമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് മുഹമ്മദ് മൊയ്സു അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? ഇന്ത്യ ഔട്ട് എന്നുള്ളതാണ്. പട്ടാളത്തെ പുറത്താക്കുക. അവിടുത്തെ എന്തെങ്കിലും ഡൊമസ്റ്റിക് പോളിസി വെച്ചിട്ടല്ല ഇലക്ഷൻ അദ്ദേഹം നേരിട്ടത്. ഇന്ത്യ ഔട്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ടോപ്പിക്കായിരുന്നത്. അപ്പോൾ അതിന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയുടെ ആളാണ്. നേരത്തെ ഉണ്ടായിരുന്ന മോൾഡേവിയൻ ഡെമോക്രാറ്റിക് പാർട്ടി, അവർ ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന ആളുകളായിരുന്നു. അവരുടെ ഇന്ത്യ അനുകൂല നിലപാടുകൾ ശരിയല്ല, അത് ഇന്ത്യക്ക് അടിമപ്പണി ചെയ്യലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇലക്ഷൻ MDPക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുന്നത്. ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ മുഹമ്മദ് മൊയ്സു നവംബർ 17 സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ഷൻ ഇന്ത്യ പ്രതീക്ഷിച്ചത്, അല്ലെ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള വിശകലനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ പുള്ളി അങ്ങനെ നടത്തിയിട്ടുണ്ടാകും. പക്ഷേ അധികാരത്തിലെത്തിയാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് നടന്നാണ്. അത് വലിയ കാര്യമാക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം ഇലക്ഷൻ ക്യാമ്പയിനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നടപ്പിലാക്കാനും ശ്രമിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഒരു പാരമ്പര്യം, ഇത്രയും കാലത്തെ മാലദ്വീപിൻ്റെ പാരമ്പര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വിദേശ സന്ദർശനം ന്യൂഡൽഹിയിലേക്കാണ്, ഇന്ത്യയിലേക്കാണ് നടക്കാറ്. അത് ഇത്രയും കാലത്തെ പാരമ്പര്യം അതാണ്. പക്ഷേ ആ പാരമ്പര്യം അദ്ദേഹം തെറ്റിച്ചു. അദ്ദേഹം ആദ്യം നവംബർ 17 സത്യപ്രതിജ്ഞ ചെയ്ത മുഹമ്മദ് മൊയ്സു നവംബർ 27 പോകുന്നത് തുർക്കിയിലേക്കാണ്. അവിടെ റജബ് തയ്യിബ് എർദോഗാൻ്റെ അതിഥിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ട്രിപ്പ് അതാണ്. അതിനുശേഷം അദ്ദേഹം UAE നടക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു, തിരിച്ചു വരുന്നു. വീണ്ടും ഇന്ത്യയുമായി ബന്ധപ്പെട്ട പലതരം സ്പാറ്റുകൾ ഉണ്ടാകുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വിദേശ യാത്ര നടക്കുന്നത് ചൈനയിലേക്കാണ്. അപ്പോൾ ഇതൊരു സൂചനയാണ്. അപ്പം അദ്ദേഹം ഇലക്ഷൻ കാലത്ത് പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നയങ്ങളും ഭരണകൂട നയങ്ങളും പോകുന്നത് എന്നുള്ള ഇത് വരുന്നു. ഇന്ത്യ ഔട്ട് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, ഇന്ത്യൻ പട്ടാളക്കാർ, മാൽഡീവിയൻ മണ്ണിലുള്ള ഇന്ത്യൻ പട്ടാളക്കാർ അവർ തിരിച്ചു പോകണം. ഇന്ത്യൻ പട്ടാളക്കാർ എന്ന് പറയുമ്പോൾ 100-ൽ താഴെ പട്ടാളക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. അത് ഇന്ത്യയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. നിഷാദ് ശ്രദ്ധിച്ചു അറിയില്ല, കഴിഞ്ഞ അതിനിടയ്ക്ക് ആ ഡെവലപ്മെൻറ്റും കൂടെ ഉണ്ടായി. നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോകുന്നു. അദ്ദേഹം ലക്ഷദ്വീപ് തീരത്തിരിക്കുന്ന ഒരു ഫോട്ടോ പബ്ലിഷ് ചെയ്യുന്നു. നരേന്ദ്രമോദിയുടെ ഈ സിംബലിസം പൊളിറ്റിക്കിങ്ങിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളിലൊന്നാണത്. അങ്ങനെ അദ്ദേഹം ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. ബോളിവുഡ് നടന്മാരൊക്കെ ആ ഫോട്ടോ റീഷെയർ ചെയ്യുന്നു. കാരണം വെച്ചാൽ അപ്പോൾ അതിൽ മാൽഡീവിയൻ പൊളിറ്റീഷ്യൻസ് ഒന്ന് മണത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മാൽഡീവ്സിനെ സംബന്ധിച്ചുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനങ്ങളിലൊന്ന് ടൂറിസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷനാണത്. അപ്പോൾ ആ ഒരു സ്ഥാനം, മാൽഡീവിൻ്റെ ആ സ്ഥാനം നഷ്ടപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് മോഡി ലക്ഷദ്വീപിൽ പോയതും ഈ പടമിട്ടതും. മാൽഡീവിലേക്ക് പോകേണ്ട കാര്യമില്ല, ഇങ്ങോട്ട് വന്നോളൂ എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നതെന്നും അവിടുത്തെ രാഷ്ട്രീയക്കാരിൽ ചിലർ അങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്നത് മാത്രമല്ല, 3 ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് വളരെ മോശം ഭാഷയിൽ കമൻറ്റ് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച്.
അതൊരിക്കലും ചെയ്യാൻ പാടില്ലാതായിരുന്നു. കാരണം അവരവിടെ ഒഫീഷ്യൽ കപ്പാസിറ്റി ഒരു രാജ്യത്തെ ഉത്തരവാദപ്പെട്ട ആളും മറ്റൊരു രാഷ്ട്രത്തലവനെക്കുറിച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. അത് വലിയ തരത്തിലുള്ള അമർഷം ഇന്ത്യയുടെ ഭാഗത്തുണ്ടായി. മാൽഡീവ് അതിനോട് പ്രതികരിച്ചു, ആ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഇവിടുത്തെ ശേഷം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള, പ്രത്യേകിച്ച് ഈ റൈറ്റ് വിങ് സോഷ്യൽ മീഡിയയിൽ മാൽഡീവിനെതിരായിട്ട് വന്നിട്ടുള്ള വലിയ തരത്തിലുള്ള ബഹിഷ്കരണ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ. മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്ത്യ മാൽഡീവ് ബന്ധം വളരെ മോശമാകുന്നു എന്ന സന്ദേശമാണ് പുറത്തേക്ക് വരുന്നത്. അല്ല, മോശമാകുകയാണ്. അപ്പോൾ അതിപ്പോൾ എന്താണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ എന്ന് ഒരുപക്ഷെ ഒരാൾക്ക് ആശ്ചര്യപ്പെടാം. കാരണം മാൽദീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം മനുഷ്യരുള്ള ഒരു കുഞ്ഞു രാജ്യമാണ്. ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ആദ്യം വരുന്ന ഒരു രാജ്യമാണ്. 5 ലക്ഷം മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം നഗരത്തിലെ ജനസംഖ്യ പോലുമില്ല, അതിൻ്റെയും പകുതിയേ വരത്തുള്ളൂ. അങ്ങനെയുള്ള ഇപ്പോൾ നോക്കൂ, ഈ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഇന്ത്യയിലെ നാഷണൽ ചാനൽസ് എന്ന് നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളെല്ലാം ദിവസങ്ങളോളം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായിരുന്നു. എന്തിനാണ് അതിന് മാത്രം ചർച്ച ചെയ്യാൻ ഒരാൾക്ക് ആശ്ചര്യപ്പെടാം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ മാൽഡീവ്സിൻ്റെ പ്രസക്തി, വേറെ നിലക്കുള്ളൊരു പ്രസക്തി മനസ്സിലാകുന്നത്. ഇതൊരു ചെറിയ രാജ്യമാണ്, കുറച്ച് ജനങ്ങൾ മാത്രമുള്ള രാജ്യമാണെങ്കിലും അതിൻ്റെ ഒരു ജിയോ സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെ 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 പ്രധാനപ്പെട്ടാണ്. അത് നമ്മൾ ഇന്നത്തെ ഒരു ലോക ഘടനയിൽ ഒരാളെയും നമ്മൾ തള്ളിക്കളയാൻ പറ്റാത്ത ഈ ലോക രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും ഏതെങ്കിലും നിലക്കുള്ള ഒരു ഏതെങ്കിലും നിലക്കുള്ള ഒരു വലിയ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഏറ്റവും ഇപ്പോൾ അനുഭവിക്കുന്നതാണ് ഈ ഹൂത്തികളുടെ കാര്യത്തിൽ. ഹൂത്തികളെന്ന് പറഞ്ഞാൽ ആരാണ്? യമൻ എന്ന് പറയുന്ന ഒരു അതിദരിദ്ര രാജ്യത്തെ ഒരു പ്രദേശം മാത്രം അടക്കി വച്ചിരിക്കുന്ന ഒരു സംഘടനയാണ്. അതൊരു രാജ്യം പോലുമല്ല. പക്ഷേ അവരുടെ ഒരു ഇൻ്റർവെൻഷൻ ലോക സമ്പദ്ഘടനയിൽ തന്നെ ഉണ്ടാകുന്ന ഉലച്ചിലുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെ ആരും അപ്രധാനമല്ല, ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും പറ്റാതെന്ന് പറഞ്ഞാൽ ആരെയും, എല്ലാവർക്കും ലോക രാഷ്ട്രീയത്തിൽ ലോക സമ്പദ്ഘടനയിൽ അവരുടേതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനുണ്ട്. അപ്പോൾ എന്താണ് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ? ഇങ്ങനെയുള്ള എല്ലാ ഫോഴ്സസിനെയും എല്ലാ ഘടകങ്ങളെയും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതുമായി നല്ല നിലയിൽ പോവുക എന്നുള്ളതാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോണ്ടിനെൻ്റൽ ആണെങ്കിലും മാരിടൈം ഏരിയ നോക്കുകയാണെങ്കിലും ഇന്ത്യയുടെ ഈ സാധ്യതകളെ, ഈ ഡിപ്ലോമാറ്റിക് മനോവേഴ്സിനെ തടയുന്ന തരത്തിൽ, ഇന്ത്യയെ ബോക്സ് ചെയ്യുന്ന തരത്തിലുള്ള വലിയൊരു പ്രോജക്റ്റ് ചൈന വർക്കൗട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. മാൽഡീവ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബ്രദർലി നാഷൻ എന്ന് പറയാവുന്ന, അവിടെ നോക്കൂ, മുമ്പ് അവിടുത്തെ പ്രസിഡൻറ്റിനെതിരെ ഒരു അട്ടിമറി ശ്രമം ഉണ്ടായപ്പോൾ രാജീവ് ഗാന്ധിയാണ് പട്ടാളക്കാരെ അയക്കുന്നത്. യുവന്മാരെല്ലാം അടിച്ചോടിക്കുന്നു. മമൂൻ അബ്ദുൽ ഖയ്യൂം അദ്ദേഹത്തെ കസേരയിൽ തിരിച്ചിരുത്തുന്നു. നോക്കൂ, അവിടെ ഒരു രോഗിക്ക് ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ, വിദൂര ദ്വീപിലുള്ള ഒരു രോഗിക്ക് ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ ഇന്ത്യൻ ഹെലികോപ്റ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ പട്ടാളക്കാർ അവിടെ ഈ നിലക്കുള്ള ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇന്ത്യ വലിയ തോതിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കുടിവെള്ളം, രോഗികളുടെ ട്രാൻസ്പോർട്ടേഷൻ, ഈ 2 വിഷയത്തിലും വലിയ തോതിൽ ഇന്ത്യ ആ രാജ്യത്തെ സഹായിക്കുന്നുണ്ട്. ഏവിയേഷൻ വളരെ പ്രധാനമായിട്ട് അങ്ങനെയുള്ളൊരു രാജ്യമാണ്. പക്ഷേ അവിടെ മാത്രമല്ല, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം, അല്ല ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ചിത്രത്തിൽ ആദ്യം വരുന്ന എന്താണ്? ഈ ഹിമാലയത്തിലുള്ള ബോർഡേഴ്സാണ്, ഇന്ത്യയുടെ ലാൻഡ് ബോർഡേഴ്സാണ്, കോണ്ടിനെൻ്റൽ ഇഷ്യൂസാണ്. പക്ഷേ അവിടെ നോക്കൂ, ഈ ചൈനീസ് ആർമി, പീപ്പിൾസ് ലിബറേഷൻ ആർമി അല്ലേ, അവർ വലിയ പ്രഷർ ഉണ്ടാക്കുന്നു, നമ്മുടെ ഭൂമിയിൽ അവർ കയറുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ പ്രഷർ അവർ ഇന്ത്യൻ ഓഷ്യനിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്കെതിരെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് ശ്രീലങ്കയിൽ അവരൊരു ഹെബൻ ടൊട്ട എന്ന് പറഞ്ഞിട്ട് ഒരു തുറമുഖം വാടകയ്ക്ക് എടുക്കുന്നു. മ്യാൻമറിൽ അവർ ഒരു തുറമുഖ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സീഷെൽസിൽ അവർക്ക് വലിയ തോതിൽ സീഷെൽസ് പറഞ്ഞാൽ മാലദ്വീപ്, ഈ ഇന്ത്യൻ ഓഷ്യനിൽ താഴെ കിടക്കുന്ന ഒരു കുഞ്ഞു ദ്വീപ് രാജ്യമാണ് മൗറീഷ്യസിൽ പ്ലാനുകളുണ്ട്. ഈ പാസഫിക് റീജിയനിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും അവർ വലിയ തോതിൽ ഈ തുറമുഖങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പുറത്ത് നോക്കണം, ഈ മാലദ്വീപിൻ്റെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാം, ഇൻ്റർനാഷണൽ മാരിടൈം ഹൈവേയിലെ ഒരു ടോൾ ബൂത്ത് എന്ന് പറയാവുന്ന രാജ്യം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, മാലദ്വീപിനെ കുറിച്ച്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, ഇപ്പുറത്ത് പാസഫിക് റീജിയൻ, മലാക്ക സ്ട്രേറ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലമാണ്. ലോകത്തെ ഏറ്റവും വലിയൊരു ട്രേഡ്
സീ ട്രേഡ് മാരിടൈം ട്രാഫിക് നടക്കുന്നൊരു ഏരിയ. 1200 ദ്വീപുകളാണുള്ളത്. അതിൽ മഹാഭൂരിപക്ഷം ദ്വീപുകളും ആളില്ലാ ദ്വീപുകളാണ്. അവിടെ പല രീതിയിൽ ഈ ഡ്രഗ് ട്രാഫിക്കേഴ്സിനാകാം, ടെററിസ്റ്റുകൾക്കാകാം, പല രീതിയിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഇതാണ്. അപ്പോൾ അങ്ങനത്തെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇപ്പുറത്ത് ഇവർ തുറമുഖങ്ങൾ ശ്രീലങ്കയിൽ, മ്യാൻമറിൽ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പുറത്ത് ജിബൂട്ടിയിൽ വലിയ അവിടെ സീപോർട്ടല്ല, അവിടെ അവർക്ക് ആർമി ബേസ് തന്നെയുണ്ട്. വലിയ ആർമി ബേസ് തന്നെ ജിബൂട്ടിയിൽ സൈന്യത്തിന് ചൈനയ്ക്കുണ്ട്. കോമറോസ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്കയോട് ചേർന്ന് നിൽക്കുന്ന ദ്വീപരാഷ്ട്രമുണ്ട്. അവിടെയും വലിയ പ്രോജക്റ്റ് നടത്തുന്നു. മൊത്തത്തിൽ ഇന്ത്യയെ പാകിസ്ഥാനിൽ ഖദർ തുറമുഖത്ത് അവർ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കരയിലൂടെ മാത്രമല്ല കടലിലൂടെയും ഇന്ത്യയെ വളയുക എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, ബോക്സിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ചൈന നടപ്പിലാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാൽഡീവ്സിലും അവർ വലിയ തോതിൽ ശ്രദ്ധിക്കുന്നു. മാൽഡീവ്സ് ചൈനയുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യങ്ങളൊന്നായിട്ട് മാറുന്നു. അദ്ദേഹം നോക്കൂ, ടർക്കിയിൽ പോയതിനു ശേഷം അദ്ദേഹം പിന്നെ പോകുന്നത് ചൈനയിലേക്കാണ്. ചൈന നേരത്തെ തന്നെ അവിടെ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പാലം ചൈനയാണ് നിർമ്മിച്ചത്, 2 ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് ശരിക്കും ഇന്ത്യയെ ബോക്സിംഗ് ഇന്ത്യ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ചൈന നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതുകൊണ്ടാണ് ഇത് വലിയ ചർച്ചയാകുന്നത്. ഇന്ത്യയുടെ ഒരു ഇതിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് നിശ്ചയമായും നമ്മുടെ വിദേശകാര്യ നയത്തിൽ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് മാൽഡീവ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കഴിഞ്ഞ വർഷമല്ലേ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം, മാൽഡീവ്സ് പോലെ ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്, സാംസ്കാരികമായി ഇന്ത്യയായിട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. അവർ ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചില്ല, ഇന്ത്യൻ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുന്നു. ഇന്ത്യയുമായിട്ട് വലിയ അസ്വാരസ്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ പോയാൽ ഈ കുഞ്ഞു രാജ്യങ്ങൾ പോലും നമുക്കെതിരെ ശബ്ദിക്കുന്ന അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്ന തരത്തിൽ പോകുമ്പോൾ എന്താണ്, നമ്മൾ വിശ്വഗുരുവാണ്, ലോകത്തിൻ്റെ മൊത്തം നേതൃത്വം നമുക്കാണ് എന്നൊക്കെയാണ് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താണ് നമ്മുടെ വിദേശകാര്യ നയത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ടിൽ എവിടെയാണ് നമുക്ക് പിഴക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഗൗരവതരമായ ചർച്ച വരേണ്ടതാണ്. അപ്പോൾ അതിൽ നോക്കൂ, ഈ G20 ഉച്ചകോടി നടന്നപ്പോൾ അവിടെ വന്ന പ്രധാനപ്പെട്ട ഇന്ത്യൻ മീഡിയയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ടൊരു വാദം ഇന്ത്യ ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡറാവുന്നു എന്നുള്ളതാണ്. ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡറാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുള്ള അർഹത നിശ്ചയമായും ഇന്ത്യക്കുണ്ട്. ഗ്ലോബൽ സൗത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്. പക്ഷേ നോക്കൂ, ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡറാവുന്ന ഒരു രാജ്യം, ഇതേ രാജ്യമാണ് ഇപ്പോൾ ലോകത്ത് ഗ്ലോബൽ സൗത്ത് ഒന്നിച്ചു നിൽക്കുന്നൊരു ഇഷ്യൂ ഉണ്ട്. അതെന്താണ്? പലസ്തീൻ ഇഷ്യൂ. പലസ്തീൻ ഇഷ്യൂവിൽ ഗ്ലോബൽ സൗത്ത് ഒന്നിച്ച് ഒരു കോസുണ്ട്. എന്താണ്? പലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം വേണം, ഗസയിൽ വെടിനിർത്തൽ വേണം. അവിടെ ഇന്ത്യ എവിടെ നിൽക്കുന്നു? അപ്പോൾ എന്തുകൊണ്ടാണ് ഗ്ലോബൽ സൗത്ത് ഇങ്ങനൊരു യുനാനിമസ് പൊസിഷൻ എടുക്കുമ്പോൾ നോക്കണം, അത് പൂർണ്ണമായും ഈ വിഷയത്തിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയപ്പം ആദ്യത്തെ ദിവസം പ്രധാനമന്ത്രിയുടെ പ്രതികരണം വരുന്നുണ്ട്, ഞങ്ങൾ പൂർണ്ണമായി ഇസ്രായേലിൻ്റെ പക്ഷത്താണ്, ഇസ്രായേലിൻ്റെ കൂടെയാണ് ഞങ്ങളെന്ന് പറയുന്നത്. തൊട്ടടുത്ത ദിവസം അതിനൊന്ന് ഡൈല്യൂട്ട് ചെയ്യുന്ന സ്വഭാവത്തിൽ അരിന്ദം ബക്ചിയുടെ പ്രസ്താവന വരുന്നു, വിദേശകാര്യ വക്താവിൻ്റെ, ഞങ്ങൾ പലസ്തീൻ സ്വാതന്ത്ര്യത്തിന് കൂടെ. എന്തുകൊണ്ടാണെന്നറിയോ? അതെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഈ പറയുന്ന റട്ടറിക്. ഈ റട്ടറിക് കൊണ്ട് വിദേശകാര്യം, ഡിപ്ലോമസി നടക്കില്ല. അപ്പോൾ ഡൊമസ്റ്റിക് പോളിസി എന്നുള്ള നിലയ്ക്ക് ഒരു റട്ടറിക്, ആൻറ്റി മുസ്ലിം റട്ടറിക്കാണ് ഡൊമസ്റ്റിക് പോളിസിയായിട്ട് BJP സ്വീകരിച്ചിരിക്കുന്നത്. അത് വർക്കബിളാണ്, അത് ഇന്ത്യയിൽ വിജയിക്കുന്നതാണ്. പക്ഷേ ഡിപ്ലോമസിയിൽ അത് നടക്കില്ല. അപ്പോൾ ഈ റട്ടറിക്കുമായിട്ട് വിദേശ നയം രൂപീകരിക്കുക എന്ന് പറയുന്നത് അത് അങ്ങേയറ്റത്തെ മടയത്തരമാണ്. അതിൻ്റെ തിരിച്ചടികൾ നമ്മുടെ വിദേശകാര്യ ഇതിൽ സംഭവിക്കുന്നുണ്ട്. അത് തിരിച്ചടികൾ സംഭവിക്കുന്നത് മനസ്സിലായത് കൊണ്ടായിരിക്കും ഈ സീസ് ഫയർ റെസൊല്യൂഷൻ UN ജനറൽ അസംബ്ലിയിൽ വന്നപ്പോൾ അതിന് അനുകൂലമായി ഇന്ത്യ വോട്ട് ചെയ്യുന്നുണ്ട്. ആ തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള റട്ടറിക്കുകൾ കൊണ്ട് മാത്രം ഈ ഡിപ്ലോമാറ്റിക് ഫ്രണ്ടിൽ വിജയിക്കാൻ പറ്റില്ല. അത് വേറൊരു സംഗതിയാണ്, അത് വേറൊരു കലയാണ്. അത് ലോകത്തുള്ള എല്ലാ പ്ലേയേഴ്സുമായിട്ടും ഏറ്റവും ശരിയായ വിധത്തിൽ, അല്ല ഏറ്റവും തന്ത്രപരമായി എൻഗേജ് ചെയ്യുന്നൊരു കലയാണ്. അതിൽ നമുക്ക് പിഴക്കുന്നുണ്ടോ എന്ന് ഇന്ത്യ ആത്മപരിശോധന നടത്തേണ്ട ഒരു സന്ദർഭം കൂടെയാണിത്. ഓക്കെ, രാജ്യം നമ്മൾ നേരത്തെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് ആഭ്യന്തര രാഷ്ട്രീയ താല്പര്യത്തെ മുൻനിർത്തി രൂപപ്പെടുത്തുന്ന ഒന്നാണ്. അതുണ്ടാക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ച്, മാലദ്വീപിനെക്കുറിച്ച് പറയാൻ നമ്മൾ പ്രധാനമായും സംസാരിക്കേണ്ടത് ചൈനീസ് പ്രോജക്റ്റിനെ കുറിച്ചാണോ? ഈ മോദി മന്ത്രിസഭയിലെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ളൊരു മന്ത്രി S ജയശങ്കറാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വീഡിയോകളിൽ, അദ്ദേഹം ഇൻട്രാക്ട് ചെയ്യുന്ന വീഡിയോകളിൽ അതിൻ്റെ അടിയിൽ പോയി നോക്കിയറിയാം, അതിന് കിട്ടുന്ന ലൈക്ക്, കമൻറ്റ്,
അത് ഇന്ത്യക്കാരാണ് കൂടുതൽ അതിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുന്നത്. അതിനർത്ഥം എന്താണ്? അദ്ദേഹം കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ആഫ്റ്റർ ഈ കോവിഡിന് ശേഷം അതിശക്തമായ, അദ്ദേഹം വളരെ മൃദുഭാഷിയായ ഒരു മനുഷ്യനായിരുന്നു ഈ അധികാരമേക്കുന്ന സമയത്ത്. പിന്നീട് അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ, അതിപ്പോൾ അമേരിക്കയ്ക്കെതിരെ ആവട്ടെ, റഷ്യക്കെതിരെ, ആർക്കെതിരെയും, ചൈനയ്ക്കെതിരെ ആവട്ടെ, ആർക്കെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ, പ്രത്യേകിച്ചും എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രീസിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നു. അതിന് അടിയിൽ വന്ന് ജയ് ശ്രീറാം വിളിക്കുന്നു, ജയശങ്കർ പുകഴ്ത്തിക്കൊണ്ടുള്ള കമൻസ് കാണാറുണ്ട്. സാധാരണ രീതിയിൽ ഈ വിദേശകാര്യത്തിലൊരു ഒരു ചൊല്ലെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് വെച്ചിട്ട് നമ്മളൊരിക്കലും ഈ ഫോറിൻ പോളിസി നിശ്ചയിക്കരുത് എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നു. അമേരിക്കയ്ക്ക് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഉണ്ട്. അത് തെറ്റാവട്ടെ ശരിയാവട്ടെ, അത് അവർ പരമ്പരാഗതമായിട്ട് അവർ പിന്തുടരുന്ന ഒന്നാണ്. ട്രംപ് വന്നിട്ട് ഫസ്റ്റ് ചെയ്ത് എന്താണ്? നാറ്റോയ്ക്ക് അമേരിക്ക 10 പൈസ ഇനി കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. എന്തിനാണ് യൂറോപ്യൻ രാജ്യങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്ക കാശ് പോകുന്നത്? അവർ കാശെടുക്കട്ടെ. നമ്മുടെ നാട്ടിൻപുറത്തെ കാരണവന്മാർ പറഞ്ഞ ഒരു സ്റ്റൈലാണ് പുള്ളിയത് പറയുന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ ഉണ്ടായത്? അതായത് നാറ്റോ ദുർബലമാവുന്ന തോന്നലുണ്ടായിട്ടുള്ളൂ. അവിടെ നിർത്തിയിട്ടൊന്നുമില്ല, ഫണ്ടിങ് നിർത്തിയിട്ടൊന്നുമില്ല. ട്രംപ് ഇത് പറഞ്ഞു. അങ്ങനെ നാറ്റോ ദുർബലമാവുന്നൊരു തോന്നലുണ്ടായപ്പോൾ എന്ത് ചെയ്തു? യുക്രൈൻ യുദ്ധം ആരംഭിച്ചു. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സമയത്ത് പോലും അത്രയും എന്താണ് പറയുക, എക്സ്പെഡീഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് സോവിയറ്റ് യൂണിയൻ എടുത്തിട്ടില്ല നാറ്റോയ്ക്കെതിരെ. യുക്രൈൻ ആക്രമിക്കുന്ന റഷ്യക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നത് എന്താണ്? അമേരിക്കയിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ തരത്തിലുള്ള നിലപാടുകളിലെ അവ്യക്തത, ചാഞ്ചാട്ടം, അല്ലെങ്കിൽ ഈ ഫോറിൻ പോളിസിയിലെ ഒരു ടേൺ, ഇതൊക്കെ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഉണ്ടാക്കും. അത് പിന്നീടൊക്കെ ആയിരിക്കും എപ്പോഴെങ്കിലും ഉണ്ടാവുക. അപ്പോൾ ഇതേ പ്രശ്നം തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദൗസ വിശദമായിട്ട് പറഞ്ഞു, ചൈനയുടെ ഈ വളയൽ തന്ത്രം, ഇന്ത്യ വളയൽ തന്ത്രം നേരത്തെ തുടങ്ങിയിട്ടുള്ളതാണ്. ശ്രീലങ്കയിലുണ്ട്, എല്ലായിടത്തും അവരുണ്ട്. അതൊരു ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ചൈനയും ഇന്ത്യയും അടുത്തടുത്ത്, ജിയോഗ്രഫിയിൽ അടുത്തടുത്ത് കാണുന്ന വലിയ രണ്ട് രാജ്യങ്ങളാണ്. ശക്തിയിലും സമ്പത്തിലും എല്ലാത്തിലും, സൈന്യ ശക്തിയിലും അടുത്തടുത്ത് കാണുന്ന രാജ്യങ്ങളാണ്. ഈ പറയുന്ന ഏഷ്യയിലെ വൻ ശക്തി എന്ന് നോക്കുമ്പോൾ ചൈനയുമായി ഇന്ത്യ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചൈനയുടെ ഈ ജിയോ സ്ട്രാറ്റജിക് എന്താ പറയുക ഇടപെടലുകൾ, അതായത് സൗത്ത് ചൈന സീ എന്ന് പറയുന്ന ഈ ഫിലിപ്പീൻസൊക്കെ ഉള്ള ആ ഭാഗത്ത് അവർ കൊച്ചു കൊച്ചു ദ്വീപുകളിൽ സൈനിക താവളം ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനെതിരെ അമേരിക്കയ്ക്ക് ശക്തമായ വിമർശനമുണ്ട്. അമേരിക്കയുടെ പ്രശ്നം, അവിടെ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളായ ഫിലിപ്പീൻസുണ്ട്, മറ്റ് രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെയും ഭീഷണിയായിട്ട് ചൈന സൗത്ത് ചൈന സീയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ അമേരിക്കയ്ക്ക് സൗത്ത് ചൈന സീയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച രാജ്യം, ഏറ്റവും ശക്തനായ പങ്കാളി ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യ അർത്ഥത്തിൽ അമേരിക്കയെ ചൈനയ്ക്കെതിരെ ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് സൗത്ത് ചൈന സീയിൽ അമേരിക്കയ്ക്ക് ശക്തമായ പിന്തുണയായി ഇന്ത്യ വരുന്നു എങ്കിൽ, ഇപ്പോൾ ഗാൽവൻ വാലിയിൽ അന്നുണ്ടായ സംഭവങ്ങൾ, ആ സംഭവങ്ങളിൽ അമേരിക്ക നമ്മൾ അത്ര പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തോ? നമുക്ക് അവിടെ ഒരു മേൽക്കൈ ലഭിച്ചോ? അവർ അതിർത്തി കടന്നോ ഇല്ലേ എന്ന കാര്യത്തിൽ ഉറപ്പ് വന്നോ? അതിന് നമ്മൾ തിരിച്ചുരു കൊടുത്തോ? ചൈനയ്ക്കെതിരെ ചുവന്ന കണ്ണ് കാണിച്ചോ? മോദിയുടെ ഭാഷയിൽ പറഞ്ഞ ലാൽ ആങ്ക് ദിക്കായ, അത് ചെയ്തിട്ടില്ല. അത് ഇപ്പോഴും നമ്മളൊരു ഡിഫൻസ് പൊസിഷനിലാണ് നിൽക്കുന്നത് ആ വിഷയത്തിൽ. അപ്പോൾ ഒരു പവർ ബാലൻസ് അനുസരിച്ച് ചൈനയുടെ എല്ലാ അതിക്രമങ്ങൾക്കെതിരെയും അമേരിക്കയെ പിന്തുണയ്ക്കുന്നതല്ല, അമേരിക്കയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നടക്കുന്നില്ല. ഇപ്പോൾ മാൽഡീവ്സിൻ്റെ വിഷയം എടുക്കുക. മോദി ലക്ഷദ്വീപിൽ പോയി ഇന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ അവിടെ ടൂറിസം വളരാൻ പോകുന്നു. ടൂറിസം വളർന്നാൽ അത് മാലദ്വീപിനെ ബാധിക്കും. അതായിരുന്നില്ല യഥാർത്ഥത്തിൽ പ്രശ്നം. ഈ മാൽഡീവ്സിലെ മന്ത്രിമാർ, ജൂനിയർ മന്ത്രിമാർ ഈ മോദിക്കെതിരെ അവഹേളനപരമായ, തികച്ചും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ആരും ആർക്കെതിരെയും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള അവഹേളനപരമായ കമൻറ്റ് ഉള്ള പോസ്റ്റർ ഇടാനുള്ള കാരണം, ലക്ഷദ്വീപ് നാളെ പ്രോസ്പെറസായി അവിടെ ഒരു ടൂറിസം കേന്ദ്രമായി അവിടെ മാൽഡീവ്സിൻ്റെ സാധ്യത കുറയും എന്നുള്ളതല്ല പ്രശ്നം. അതിൻ്റെ അടിയിലുള്ള കമൻസ് നമ്മളൊന്ന് വായിച്ചു നോക്കിയത്. മാൽഡീവ്സ് പൗരന്മാരെന്ന കമൻസിൽ പ്രധാനമായും പറയുന്നത് സ്പൈ ഓഫ് നെതന്യാഹു എന്നാണ് മോദിയെ വിളിക്കുന്നത്. യഥാർത്ഥ പ്രശ്നം അതാണ്. ആ സമയത്ത് യുദ്ധം കത്തി നിൽക്കുന്ന സമയത്താണ് ഈ പ്രശ്നം വരുന്നത്. അല്ലാതെ ലക്ഷദ്വീപ് വികസിച്ചുകൊണ്ട് ഒരു മന്ത്രിയുടെ പ്രസ്താവന അതുണ്ട്, നെതന്യാഹുവിൻ്റെ സ്പൈ ആണ്. യെസ്. അപ്പോൾ ഇത് ഒന്ന് നോക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മാൽഡീവ്സ് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം വരുന്നു റൈറ്റ് വിംഗേഴ്സിൻ്റെ. ഇപ്പോൾ ഇന്ന് മാൽഡീവ്സിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കണക്ക് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ നിന്ന് 12,000 പേരോളം ടൂറിസ്റ്റുകൾ ഇന്ന് മാൽഡീവ്സിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ 12,000 ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ എത്ര ഫ്ലൈറ്റ് പോകുന്നുള്ളത് നോക്കണം. എത്ര ഫ്ലൈറ്റ് പോയാലാണ് 12,000 പേര്? ഈ ഫ്ലൈറ്റുകളിൽ ബഹുഭൂരിഭാഗവും, അത് 95% ഇന്ത്യൻ എയർലൈൻസാണ് പോകുന്നത്. അതായത് മാൽഡീവ്സ് എയർലൈൻസിൽ നിന്നല്ല ആളുകൾ പോകുന്നത്, ആളുകൾ കൂടുതലും പോകുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ട് പോകണ്ട, എല്ലാവരും അങ്ങോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ വ്യോമയാനത്തെ അത് ബാധിക്കുന്നുണ്ട്, നമ്മുടെ ഏവിയേഷൻ സെക്ടറിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബഹിഷ്കരണത്തിലൂടെ ഇല്ലാതാവുന്ന അവരെ തകർത്തുകളായെന്നുള്ളത് മാത്രമല്ല, എന്ന് മാത്രമല്ല ഇന്ത്യ 4ാം സ്ഥാനത്തേ ഉള്ളൂ ഇവിടെ നിന്നുള്ള ടൂറിസ്റ്റുകളിൽ. അങ്ങോട്ട് പോകുന്ന ടൂറിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് UK, ചൈന, അങ്ങനെയുള്ള ജർമ്മനി, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ പേര് വരുന്നത്. അപ്പോൾ ഇതുകൂടി നോക്കണം. നമ്മൾ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ
ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ അവർ തൂക്കുമെന്ന് മാത്രമല്ല നമുക്കും അതിൽ തിരിച്ചടി ഉണ്ടാവും. അപ്പോൾ ഈ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ വലത് സെൻറ്റിമെൻസിനെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഫോറിൻ പോളിസിയിൽ വരുന്ന മാറ്റം, ആ ഫോറിൻ പോളിസിയിൽ വരുന്ന മാറ്റം നമ്മൾ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. അതിനർത്ഥം മാൽദീവ്സ് നാളെ മുതൽ ഇനി തിരിച്ചും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സഹിക്കണമെന്നല്ല. നമുക്ക് നമ്മുടേതായ ഒരു പരമ്പരാഗതമായ ഫോറിൻ പോളിസി ഉണ്ട്. അത് സർക്കാർ വരുന്നതനുസരിച്ച് മാറേണ്ടതോ മാറ്റേണ്ടതോ അല്ല എന്നുള്ള കാര്യമാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം ഈ ഇതിന് മൊയ്സു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെ നേരിട്ട് തന്നെ ഇന്ത്യ ഔട്ട് എന്നുള്ള പ്രയോഗം വെച്ചിട്ടാണ്. ഇന്ത്യ ഔട്ട്. അപ്പോൾ അദ്ദേഹം അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം കൊടുക്കുന്നൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യ ഔട്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ ഇന്ത്യക്കാർ മുഴുവൻ പുറത്തു പോകണമെന്നല്ല, ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പുറത്തു പോകണമെന്നല്ല, ഇവിടുത്തെ എഞ്ചിനീയേഴ്സ് പുറത്തു പോകണമെന്നല്ല പറഞ്ഞതിനർത്ഥം, ഇന്ത്യയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നല്ല പറഞ്ഞതിനർത്ഥം, നമ്മൾ ഒരു സ്വതന്ത്ര രാജ്യമാണ്. ആ സ്വതന്ത്ര രാജ്യത്ത് ഒരു വിദേശത്തു നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥർ പാടില്ല എന്നുള്ളതാണ്. അതിനാണ് എനിക്ക് വോട്ട് കിട്ടിയത്. 50% വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതിനുള്ള മാൻഡേറ്റാണ് എനിക്ക് ലഭിച്ചത്. അത് നടപ്പാക്കണം. അതിനർത്ഥം ഇന്ത്യയായിട്ട് എല്ലാം ടൈം കട്ട് ഓഫ് ചെയ്യുമെന്നല്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ആദ്യം സന്ദർശിച്ചത് തുർക്കിയാണെന്ന് പറഞ്ഞല്ലോ. സാധാരണ രീതിയിൽ അവിടുത്തെ മാൽദീവ്സിൻ്റെ ഒരു ട്രഡീഷൻ അനുസരിച്ച് പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്യപ്പെട്ടുള്ള ആദ്യം സന്ദർശിക്കുന്നത് ഇന്ത്യയാണ്. അത് അവരൊരു ആചാരമാണ്. ഇവിടെ നടക്കാതെ ഇരുന്നതിന് കാരണം എന്താണ്? അദ്ദേഹത്തിന് ഒരു ഇൻവിറ്റേഷൻ ഇവിടുന്ന് പോയിട്ടില്ല. ആ ഇൻവിറ്റേഷൻ പോയായിരുന്നു എന്തുകൊണ്ട്? അത് ഒരു പ്രശ്നമാണല്ലോ. ഇന്ത്യ അങ്ങനെ സംഭവിച്ചാൽ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? 2018 ഇലക്ഷനിൽ അന്നത്തെ പ്രസിഡന്റിൻ്റെ അധികാരാരോഹണ ചടങ്ങിൽ നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുത്താണ്. അദ്ദേഹം നേരിട്ട് പോയി പങ്കെടുത്താണ്. ഇത്തവണ അങ്ങനെ ഉണ്ടായില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചുമില്ല. അദ്ദേഹത്തെ ക്ഷണിച്ച 2 രാജ്യങ്ങൾ, ഒന്ന് ഈ ശ്രീലങ്കയും മറ്റൊന്ന് തുർക്കിയാണ്. അദ്ദേഹം തുർക്കിയിൽ പോകാനുണ്ടായത്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്, ആഭ്യന്തര രാഷ്ട്രീയം ഒരിക്കലും നമ്മുടെ വിദേശ നയത്തെ സ്വാധീനിക്കരുത് എന്നുള്ളതാണ് ഇതിലെ ഗുണപാഠം. യെസ്. അപ്പോൾ ഇന്ത്യയും മാലദ്വീപും തമ്മിലുണ്ടായിട്ടുള്ള നയതന്ത്ര സ്വാരസ്യങ്ങൾക്ക് മറ്റ് പലതരത്തിലുള്ള ഏരിയകളുണ്ട് എന്നുകൂടിയാണ് ഇന്നിപ്പോൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന കാര്യം.